ദില്ലി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ ഓഫീസിൽ CBI റെയ്ഡ്. ഇതിന് വിശദാംശങ്ങൾ നൽകാൻ സന്തോഷ് സർലിംഗ് ചിരിയാണ്. സന്തോഷ്, ഇപ്പോഴും റെയ്ഡ് തുടരുകയാണ്, വിവരങ്ങൾ? സുരേഷ്, വളരെ ആസൂത്രിതമായി അല്പസമയം മുമ്പാണ് അരവിന്ദ് കെജ്രിവാളിന്റെ ഓഫീസിലേക്ക് CBI സംഘം എത്തിയത്. അതിന് തൊട്ട് മുമ്പ് അരവിന്ദ് കെജ്രിവാളിന്റെ പ്രിൻസിപ്പൽ സെക്രട്ടറിയെ CBI സംഘം കസ്റ്റഡിയിൽ എടുക്കുകയും ചെയ്തു. ഇയാളെ അറസ്റ്റ് ചെയ്തു എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. കൈക്കൂലി വാങ്ങുന്നതിനിടയിലാണ് പ്രിൻസിപ്പൽ സെക്രട്ടറിയെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട രേഖകൾ എടുക്കുന്നതിനാണ് കെജ്രിവാളിന്റെ ഓഫീസിലേക്കും CBI എത്തിയത്. അവിടെ റെയ്ഡ് നടത്തുകയും ചെയ്തു. അതിനുശേഷം കേജ്രിവാളിന്റെ ഓഫീസ് CBI റെയ്ഡ് ചെയ്തു, സീൽ ചെയ്തു എന്നാണ് ഏറ്റവും പുതിയ വിവരം. ഇത് സംബന്ധിച്ച് കേജ്രിവാൾ തന്നെയാണ് ഔദ്യോഗികമായി സ്ഥിരീകരണം നൽകിക്കൊണ്ട് ട്വീറ്റ് ചെയ്തിരിക്കുന്നത്. തന്നെ രാഷ്ട്രീയമായി ഇല്ലായ്മ ചെയ്യാൻ കഴിവില്ലാത്തതുകൊണ്ട് നരേന്ദ്രമോദി ഭീരുത്വത്തിന്റെ വഴികൾ തേടുകയാണ് എന്നാണ് കേജ്രിവാൾ ഇപ്പോൾ ട്വീറ്റ് ചെയ്തിരിക്കുന്നത്. എന്തായാലും സംഭവത്തിൽ എന്ത് കാരണത്താലാണ്, മറ്റേതെങ്കിലും കാരണം ഇതിനു പിന്നിലുണ്ടോ എന്നതിനെ കുറിച്ച് കൂടുതൽ വാർത്ത പുറത്തു വരേണ്ടിയിരിക്കുന്നു. എന്തായാലും ഇപ്പോൾ അദ്ദേഹത്തിന്റെ ഓഫീസ് റെയ്ഡ് ചെയ്തതിനു ശേഷം സീൽ ചെയ്തു. ഇതുമായി ബന്ധപ്പെട്ട് പ്രിൻസിപ്പൽ സെക്രട്ടറിയെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. സുരേഷ്, സന്തോഷ്, അതോടൊപ്പം തന്നെ അരവിന്ദ് കെജ്രിവാൾ ട്വീറ്റ് ചെയ്തതുപോലെ തന്നെയാണ് അദ്ദേഹം നേരത്തെയും കാര്യങ്ങൾ വ്യക്തമാക്കിയത്. അതായത് കേന്ദ്ര സർക്കാരിന്റെ, പ്രത്യേകിച്ച് BJP സർക്കാരിന്റെ ഭാഗത്തു നിന്നും നിരന്തരമായ അപമാനം നേരിടുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാകുന്നത് എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. ഈ രീതിയിലേക്ക് തന്നെയാണോ കാര്യങ്ങൾ പോകുന്നത്? ഇപ്പോഴുള്ള റെയ്ഡുമായി ബന്ധപ്പെട്ട് CBI കാര്യങ്ങൾ വ്യക്തമാക്കാത്ത ഒരു സാഹചര്യത്തിൽ? സുരേഷ്, അങ്ങനെ തന്നെ കരുതണം. കാരണം നരേന്ദ്രമോദിക്ക് ഡൽഹിയിൽ തന്നെയുള്ള ഏറ്റവും വലിയ രാഷ്ട്രീയ എതിരാളിയാണ് അരവിന്ദ് കെജ്രിവാൾ. മറ്റേതെങ്കിലും രീതിയിൽ കേന്ദ്ര സർക്കാരിന്, ഡൽഹി സർക്കാരിന് മേലുള്ള പ്രത്യേക നിയമം ഉപയോഗിച്ചുകൊണ്ട് തന്നെ, അധികാരം ഉപയോഗിച്ചുകൊണ്ട് തന്നെ പല നിയമങ്ങളും, കേജ്രിവാൾ മുന്നോട്ട് വെച്ചിരിക്കുന്ന പല നിയമങ്ങളും അല്ലെങ്കിൽ സർക്കാരിന്റെ പ്രവർത്തനങ്ങളെ പലപ്പോഴും തടസ്സപ്പെടുത്താനും കേന്ദ്ര സർക്കാരിന് കഴിഞ്ഞിട്ടുണ്ട്. ലഫ്റ്റനന്റ് ഗവർണർ നജീബ് ജംഗ് വഴി അത് കൃത്യമായി നടത്താനും NDA സർക്കാരിന് കഴിഞ്ഞു. പക്ഷേ ഇത്തരത്തിൽ കേജ്രിവാളിനെ ലക്ഷ്യമിട്ടുകൊണ്ട് അദ്ദേഹത്തിന്റെ ഓഫീസിലെ റെയ്ഡ് എന്ന് പറയുന്നത് വളരെ ആസൂത്രിതമെന്ന് മാത്രമേ ചൂണ്ടിക്കാണിക്കാൻ കഴിയുള്ളൂ. ഇപ്പോൾ തന്നെ അദ്ദേഹത്തിന്റെ 4 MLA മാരെ വിവിധ കേസുകളിലായി പോലീസ് തേടുകയോ അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിൽ ആദ്യത്തെ മനോജ് ബാദ്രിക്ക് അയാളുടെ ഭാര്യക്കെതിരെയുള്ള കേസിൽ പിന്നീട് അയാളെ കോടതി ജാമ്യത്തിൽ വിടുകയൊക്കെ ചെയ്തെങ്കിൽ പോലും പിന്നീട് മറ്റ് MLA മാർക്കെതിരെയുള്ള അന്വേഷണമൊക്കെ വളരെ ശക്തമായി ഡൽഹി പോലീസ് തന്നെ നടത്തുകയും അറസ്റ്റ് നടപടികളിലേക്ക് കാര്യങ്ങൾ മാറ്റുകയും ചെയ്തിരിക്കുന്നു. ഇതിന് പിന്നാലെയാണ് കേജ്രിവാളിന്റെ ഓഫീസിൽ നടത്തുന്ന റെയ്ഡ്. ഇത് കേജ്രിവാളിനെ ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെ എന്ന് പറയേണ്ടിയിരിക്കുന്നു. അദ്ദേഹത്തിന്റെ പ്രിൻസിപ്പൽ സെക്രട്ടറിയെ അറസ്റ്റ് ചെയ്തതിലൂടെ അത് ഏറ്റവും വലിയ മുന്നേറ്റമാണ് CBI നടത്തി. എന്തായാലും അത് തൊട്ടടുത്ത് വീണ്ടും അടുത്ത ഘട്ടത്തിലേക്ക് കടക്കും. കൂടുതൽ പേരിലെ അറസ്റ്റിലേക്ക് കാര്യങ്ങൾ നീങ്ങിയേക്കും. അതിന്റെ ഭാഗമായാണ് റെയ്ഡ്. ഒരു തരത്തിലുള്ള സൂചനകളും പുറത്തു വരാത്ത രീതിയിലായിരുന്നു CBI ഇക്കാര്യത്തിൽ കാര്യങ്ങൾ നീക്കിയതും റെയ്ഡ് നടത്തിയതും. സന്തോഷ്, പല ഘട്ടങ്ങളിലും കേന്ദ്ര സർക്കാരും ദില്ലി സർക്കാരും ഏറ്റുമുട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അരവിന്ദ് കെജ്രിവാൾ തന്നെ പറഞ്ഞിട്ടുണ്ട്. അതായത് തെരഞ്ഞെടുപ്പിലേറ്റ പരാജയത്തിന്റെ നാണക്കേട് തീർക്കാൻ, ഭരണം സുതാര്യമാക്കാനുള്ള ഒരു ഘട്ടവും അവസരവും തരാത്ത രീതിയിൽ തന്നെയാണ് കേന്ദ്ര സർക്കാരിന്റെ ഇടപെടൽ എന്ന രീതിയിൽ. ആ തരത്തിൽ ഭരണത്തിന്റെ ഗർവ് ഉപയോഗിച്ച് എതിരാളികളെ ഇല്ലായ്മ ചെയ്യാനുള്ള, അമർച്ച ചെയ്യാനുള്ള ഒരു നടപടിയായിട്ട് തന്നെ ഇതിനെ കാണേണ്ടതില്ലേ? സുരേഷ്, നമുക്ക് അങ്ങനെ കരുതേണ്ടി വരും. കാരണം മുൻ പരിചയങ്ങളും മുൻ പ്രവൃത്തികളും ആ തരത്തിലാണ്. ഏതെങ്കിലും തരത്തിൽ ഈ AAP സർക്കാരിനെ പൂർണ്ണമായും ഭരിക്കാനുള്ള ഒരു അവസരവും NDA സർക്കാർ, നരേന്ദ്രമോദിയുടെ കേന്ദ്ര സർക്കാർ നൽകിയിട്ടില്ല. ഓരോ നിയമങ്ങൾ മുന്നോട്ട് വയ്ക്കുമ്പോൾ പോലും, ഏറ്റവും അവസാനം ലോക്പാൽ ബിൽ മുന്നോട്ട് കൊണ്ടുവരുമ്പോൾ പോലും അത് തടസ്സപ്പെടുത്താനുള്ള ശ്രമങ്ങളാണ് എല്ലാ NDAയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. ഡൽഹി പോലീസ് കേന്ദ്ര സർക്കാരിന്റെ കീഴിലാണ്. ലഫ്റ്റനന്റ് ഗവർണർ നജീബ് കേന്ദ്ര സർക്കാരിന്റെ തീരുമാനങ്ങൾക്കനുസൃതമായി പ്രവർത്തിക്കുന്ന ഒരാളാണ്. ഇത് രണ്ടും ഉപയോഗിച്ചുകൊണ്ട് AAP സർക്കാരിനെ വരിഞ്ഞു മുറുക്കാനുള്ള ഒരു ശ്രമമാണ് എപ്പോഴും NDA നടത്തിയിരിക്കുന്നത്. അതുകൊണ്ട് അത് പരസ്യമായി ഏറ്റുമുട്ടലിലേക്ക് നീങ്ങുകയും ചെയ്തു. ഇത് പ്രതിരോധിക്കാൻ കേജ്രിവാൾ ആകട്ടെ രാഷ്ട്രീയ മാർഗങ്ങളാണ് ഉപയോഗിച്ചത്. പ്രത്യേകിച്ച് TMC, തൃണമൂൽ കോൺഗ്രസ്, മമതാ ബാനർജി, JDU, RJD തുടങ്ങി BJPക്ക് ഭിന്നിച്ചു നിൽക്കും. BJPയിൽ നിന്നും BJPക്കെതിരെ പ്രവർത്തിക്കുന്ന ഈ ചെറു പാർട്ടികളുടെ ഏകോപനത്തിനാണ് കേജ്രിവാൾ ശ്രമിക്കുക.
അത് ഡൽഹി തന്നെ പലതവണ അദ്ദേഹം വേദിയാക്കുകയൊക്കെ ചെയ്യുകയൊക്കെ ചെയ്തിരുന്നു. ഇതിനിടയിലാണ് ഇപ്പോൾ കേജ്രിവാളിനെ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള ഈ റെയ്ഡ് നമുക്ക് ചൂണ്ടിക്കാണിക്കേണ്ടി വരും. പ്രത്യേകിച്ച് ഇദ്ദേഹത്തിന് കേജ്രിവാളിന്റെ പ്രിൻസിപ്പൽ സെക്രട്ടറി അറസ്റ്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും ഇതിനപ്പുറം ഇനിയും വരേണ്ടത് കേജ്രിവാളിന്റെ അറസ്റ്റ് അല്ലെങ്കിൽ ആ തരത്തിലേക്കുള്ള കടുത്ത നടപടികളാണ്. ഇനി നമുക്ക് ആദരത്തിൽ എന്തെങ്കിലും CBI മൂവ് ചെയ്യുമോ എന്നാണ് അറിയേണ്ടിയിരിക്കുന്നത്. എന്തായാലും അറസ്റ്റ് ചെയ്ത ആളെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ഇപ്പോൾ CBI പുറത്തുവിട്ടിട്ടുണ്ട്. പ്രിൻസിപ്പൽ സെക്രട്ടറി രാജേന്ദ്ര കുമാർ IAS അറസ്റ്റ് ചെയ്ത് 1989 ബാച്ച് IAS ഉദ്യോഗസ്ഥനാണ് ഇദ്ദേഹത്തിനെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അഴിമതി നിരോധന നിയമപ്രകാരമാണ് കേസ് രജിസ്റ്റർ ചെയ്തതെന്നാണ് ഇപ്പോൾ CBI നൽകുന്ന വിവരം. സന്തോഷ്, അഴിമതി നിരോധന നിയമപ്രകാരമാണ് അറസ്റ്റ് എന്ന് CBI പറയുമ്പോഴും അതിന്റെ കാരണങ്ങൾ, അതിന്റെ നിജസ്ഥിതി അവർ ബോധിപ്പിക്കുന്നുണ്ടോ? ഇല്ല, ഏതെങ്കിലും തരത്തിൽ കേസിന്റെ വിശദാംശങ്ങൾ ഇതുവരെ CBI പുറത്തുവിട്ടിട്ടില്ല. നേരത്തെ നമുക്ക് ചില സൂചനകളാണ് ലഭിച്ചത്. കൈക്കൂലി വാങ്ങുന്നതിനിടയിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടു എന്ന രീതിയിൽ ചില സൂചനകൾ CBI ഉദ്യോഗസ്ഥർ തന്നെ നൽകുന്നു. പക്ഷെ അത് ഏത് കേസിൽ എന്തിനു വേണ്ടിയാണ് അദ്ദേഹം ഇങ്ങനെ അഴിമതി പണം സ്വീകരിച്ചെന്നോ അതിനെ കുറിച്ചൊന്നും പറയില്ല. കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും ആ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന കേസിന്റെ വിശദാംശങ്ങൾ ഇനിയും വേണം അറിയേണ്ടത്. ഇപ്പോൾ പ്രാഥമികമായ അത്തരത്തിൽ ഒരു വിവരവും CBI പുറത്തുവിട്ടിട്ടില്ല. സുരേഷ്, അതായത് നേരത്തെ 4 MLA-മാർക്ക് എതിരെ എടുത്ത നിയമ നടപടികൾ ആ ഒരു രീതിയിലേക്ക് തന്നെ പ്രിൻസിപ്പൽ സെക്രട്ടറിയുടെ അറസ്റ്റുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ പോകുകയാണ്. സുരേഷ്, അങ്ങനെയാണ്. അതായത് പ്രിൻസിപ്പൽ സെക്രട്ടറി ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നു. അദ്ദേഹത്തിന്റെ ഓഫീസിലെ ഏറ്റവും ഉന്നതനായ ഉദ്യോഗസ്ഥനാണ് പ്രിൻസിപ്പൽ സെക്രട്ടറി. അതായത് ഓഫീസിന്റെ ദൈനംദിന പ്രവർത്തനങ്ങൾ പോലും ചുമതല നിയന്ത്രിക്കുന്നത് പ്രിൻസിപ്പൽ സെക്രട്ടറിയാണ്. അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുന്നതിലൂടെ അരവിന്ദ് കെജ്രിവാളിന്റെ പ്രവർത്തനം ശരിയല്ല എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ നീക്കാൻ CBI ശ്രമിക്കുന്നുണ്ട് എന്ന് വേണം സംശയിക്കാൻ. ഇതുപോലും ഇദ്ദേഹത്തിന്റെ ഈ പ്രിൻസിപ്പൽ സെക്രട്ടറിയുടെ ഓഫീസ് മാത്രമല്ല ഇവിടെ റെയ്ഡ് ചെയ്തിരിക്കുന്നത്. കേജ്രിവാളിന്റെ ഓഫീസുകളും അദ്ദേഹത്തിന്റെ ഫയൽ രേഖകളും മറ്റും ഇപ്പോൾ CBI പരിശോധിക്കുകയും ചെയ്തു. അതിനുശേഷം ഓഫീസ് പൂർണ്ണമായും സീൽ ചെയ്തു. ഇതുകൊണ്ട് തന്നെ ഇനി മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ നേരത്തെ പ്രവർത്തിച്ചതുപോലെ ഓഫീസിനുള്ളിൽ നിന്ന് പ്രവർത്തിക്കാൻ കഴിയില്ല എന്ന് AIP തന്നെ ചൂണ്ടിക്കാട്ടുകയും വ്യക്തമാക്കുകയും ചെയ്തിരിക്കുന്നു. എന്തായാലും ഈ റെയ്ഡ് വളരെ അപ്രതീക്ഷിതം. ഏതെങ്കിലും തരത്തിലുള്ള സൂചനകൾ CBI പുറത്തുവിട്ടിട്ടുമില്ല. സന്തോഷ്, നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ NDA സർക്കാർ ലഫ്റ്റനന്റ് ഗവർണറെ ഉപയോഗിച്ച് ആദ്യഘട്ടം മുതൽ തന്നെ അരവിന്ദ് കെജ്രിവാളിന്റെ ഭരണത്തെ ഇല്ലായ്മ ചെയ്യാൻ അല്ലെങ്കിൽ അമർച്ച ചെയ്യാനുള്ള, പ്രതിരോധിക്കാനുള്ള ഒരു ശ്രമമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ അദ്ദേഹത്തിന്റെ ഓഫീസ് റെയ്ഡ് ചെയ്തു, സീൽ ചെയ്തു. ഈ രീതിയിൽ ലഫ്റ്റനന്റ് ഗവർണറെ കൊണ്ടൊരു ഏതെങ്കിലും തരത്തിലുള്ള ഭരണ പ്രതിസന്ധി, നിയമപരമായ നടപടികൾ എടുപ്പിച്ചുകൊണ്ട് ഭരണത്തെ ഒന്നുകൂടി ഇല്ലായ്മ ചെയ്യാനുള്ള നീക്കമാണ് നടക്കുന്നത്. ആ രീതിയിലാണോ സംശയങ്ങൾ പോകുന്നത്? സുരേഷ്, അങ്ങനെ നമുക്ക് കരുതേണ്ടി വരും. കാരണം കേജ്രിവാളിന്റെ ഓഫീസിൽ ഒരു റെയ്ഡ് നടത്തുക, അതിന് സ്വാഭാവിക ലഫ്റ്റനന്റ് ഗവർണറുടെ അനുമതി ഇക്കാര്യത്തിൽ കിട്ടിയേ തീരൂ. കേന്ദ്ര സർക്കാർ തന്നെ ഇവിടെ അഴിമതി നിരോധന സമിതി ചെയർമാനായി മീണയെ നിയോഗിച്ചത് കേന്ദ്ര സർക്കാർ നേരിട്ടാണ്. ഇവരുടെ നേരത്തെ അരവിന്ദ് കെജ്രിവാൾ നൽകിയ ഉദ്യോഗസ്ഥന്റെ പേര് ലഫ്റ്റനന്റ് ഗവർണർ വെട്ടുകയും ചെയ്തു. അതിനുശേഷം ആ ഓഫീസിന്റെ നിയന്ത്രണം പലപ്പോഴും ലഫ്റ്റനന്റ് ഗവർണറിന്റെ കീഴിലായിരുന്നു എന്ന ആരോപണവും ഉണ്ടായിരുന്നു. ഇവരുടെ അനുമതിയോട് കൂടിയാണ് ഇപ്പോൾ ഈ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് പോലും. അപ്പോൾ തന്നെ ഇതിലെ ഗൂഢാലോചന വ്യക്തമാകുന്നു. കേജ്രിവാളിനെയോ അദ്ദേഹത്തിന്റെ സർക്കാരിനെ ഒഴിവാക്കുക, പകരം അതിന്റെ മേലിൽ ലഫ്റ്റനന്റ് ഗവർണറിനെ നിയോഗിച്ചുകൊണ്ട് അവരുടെ അനുമതിയോടുകൂടി ഒരു മുഖ്യമന്ത്രിയുടെ ഓഫീസ് റെയ്ഡ് തരത്തിലുള്ള ഗൂഢാലോചനയിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. എന്തായാലും നേരത്തെ തന്നെ ഈ റെയ്ഡും ഈ അറസ്റ്റും ലഫ്റ്റനന്റ് ഗവർണർക്ക് അറിയാമായിരുന്നു എന്ന് വ്യക്തം. സന്തോഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ പ്രിൻസിപ്പൽ സെക്രട്ടറിയെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു. കെജ്രിവാളിന്റെ ഓഫീസ് റെയ്ഡ് ചെയ്തിരിക്കുന്നു, സീൽ ചെയ്തിരിക്കുന്നു. അടുത്ത ഉന്നം അരവിന്ദ് കെജ്രിവാളാണ്. അദ്ദേഹത്തിനെതിരെ ഏതെങ്കിലും ആരോപണം കൊണ്ടുവന്ന് നിയമ നടപടികൾ സ്വീകരിക്കുക, അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുക, ആ ഒരു രീതിയിലേക്ക് തന്നെയാണോ കാര്യങ്ങൾ എത്തുക? സുരേഷ്, അങ്ങനെ നമുക്ക് സംശയിക്കാം. കാരണം കേന്ദ്ര സർക്കാർ തന്നെ ഇതിനു മുമ്പ് ചെയ്തിരിക്കുന്ന പ്രവൃത്തികളെല്ലാം അത്തരത്തിലാണ്. നിരവധി MLA-മാർ, നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ 5 MLA-മാർക്കെതിരെ വിവിധ കേസുകൾ, അതിൽ 3 പേരെ അറസ്റ്റ് ചെയ്യുകയൊക്കെ ചെയ്തു. ബാക്കിയുള്ളവർക്കെതിരെ കോടതിയെ സമീപിക്കുക, അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുകയും ചെയ്യുന്നു. അതിനൊക്കെ AIP സർക്കാർ തന്നെ പ്രതിരോധിക്കുകയും ഇതിൽ പല കേസുകളും കെട്ടിച്ചമച്ചാണെന്നോ കഴമ്പില്ല എന്നോ വ്യക്തമാക്കുകയും ചെയ്തിട്ടുള്ളതാണ്. പക്ഷെ അതൊന്നും
ഈ ഡൽഹി പോലീസ് കാര്യമാക്കുന്നില്ല. അവരുടെ അന്വേഷണവുമായി മുന്നോട്ട് പോവുകയും ചെയ്യുന്നു. ഒരു MLA എന്ന പോലുള്ള പരിഗണന പോലും പലപ്പോഴും ഇവർക്ക് നൽകുന്നില്ല എന്ന് AAP തന്നെ ആരോപിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോഴാകട്ടെ ഈ ഡൽഹി സെക്രട്ടേറിയറ്റിന്റെ ഗേറ്റ് തന്നെ സുരക്ഷാ ഉദ്യോഗസ്ഥർ അടച്ചിരിക്കുന്നു. നിരവധി മാധ്യമ പ്രവർത്തകർ അവിടെ എത്തിയിട്ടുണ്ട്. പക്ഷേ ഗേറ്റിനുള്ളിലേക്ക് ആർക്കും പ്രവേശനമില്ല. മീഡിയ റൂം ഇതിനുള്ളിലുണ്ട്. വിശദാംശങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത് ദില്ലി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ പ്രിൻസിപ്പൽ സെക്രട്ടറി അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ ഓഫീസും റെയ്ഡ് ചെയ്തു. അതോടൊപ്പം തന്നെ അരവിന്ദ് കെജ്രിവാളിന്റെ ഓഫീസ് സീൽ ചെയ്തിരിക്കുകയാണ്.